പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങളെയും കടപ്പാടുകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒത്തിരിയേറെ വീഴ്ചകള്, ഒത്തിരിയേറെ തോൽവികള്, ഉപേക്ഷകള് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതിന്റെ സ്വാധീനങ്ങള്, അതിന്റെ പരാജയങ്ങള്, അതിന്റെ അസ്വസ്ഥതകള്, അതിന്റെ അനന്തരഫലങ്ങൾ ഞങ്ങളുടെ മക്കള് പേറുന്നുണ്ട്. ഈ ദിവസങ്ങളില് ഞങ്ങളുടെ തോൽവികളെ ഓർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ട് അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോ ഞങ്ങളുടെ മക്കളെയും സൗഖ്യപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മഹാകരുണയാൽ ഞങ്ങളുടെ മക്കളെ അങ്ങയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അങ്ങയിൽ പുനഃസ്ഥാപിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ മക്കളുടെ സ്വഭാവ വൈകല്യങ്ങൾക്കും ഒത്തിരിയേറെ ആന്തരിക മുറിവുകൾക്കും അവരുടേതായ പ്രത്യേകതകൾക്കും ഒക്കെ കാരണം ഞങ്ങളുടെ തോൽവികളാണ് എന്ന വലിയ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അറിവില്ലായ്മയോർത്ത്, ഞങ്ങളുടെ അജ്ഞതയോർത്ത്, ഞങ്ങൾക്ക് മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്, അതിനെല്ലാം ഓർത്ത് കർത്താവ് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിച്ച് കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് ഏൽപ്പിച്ച മുറിവുകള്, ക്ഷതങ്ങള്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളും കർത്താവ് എല്ലാം തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ മക്കളെ ആശ്വസിപ്പിക്കണമേ, ഞങ്ങളുടെ മക്കളെ സുഖപ്പെടുത്തണമേ. കർത്താവ്, ശുശ്രൂഷയിലായിരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ ഓർത്ത് നന്ദി പറയുന്നു. അവരെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒത്തിരിയേറെ ധ്യാനത്തിലൂടെയും തിരക്കുകളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വെക്കേഷനായിട്ട് ഒത്തിരി ധ്യാനങ്ങളുണ്ട്. ഇന്നിവിടെ ധ്യാനം അവസാനിക്കും. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസങ്ങൾ ഈ തോൽവികളുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വന്ന ഒത്തിരി ആധിപത്യങ്ങളും സ്വാധീനങ്ങളൊക്കെ ഉണ്ട്. ആ മേഖലയിൽ നമ്മളൊരു വിടുതൽ പ്രാർത്ഥനയിലേക്കൊക്കെ പതുക്കെ നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. നമ്മൾ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയിൽ നമ്മുടെ മക്കളെ വിടുവിച്ച്, നമ്മുടെ മക്കളെ സുഖപ്പെടുത്തി, നമ്മുടെ മക്കളെ മുറിവുണക്കി, നമ്മളെ തന്നെ ജീവിതത്തെ ക്രമപ്പെടുത്തി ഉന്നതമായ അഭിഷേകത്താലും ശക്തിയാലും നമ്മൾ നമ്മയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും നിറച്ചെടുത്ത് ശക്തീകരിക്കണം, വിടുവിച്ചെടുത്ത്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം നമ്മൾ കണ്ടു തംബ്നെയില്. മക്കളെ അനുഗ്രഹിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയവർ, അനുഗ്രഹിച്ചില്ല. നമുക്കറിയാം, അപ്പന്റെയും അമ്മയുടെയും അനുഗ്രഹം അത് മക്കൾക്ക് വലിയ ഒരു മുതൽക്കൂട്ടാണ്. അതുകൊണ്ടാണ് പ്രഭാഷണ പുസ്തകത്തില് 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 16 വരെ തിരുവചനങ്ങളില് മാതാപിതാക്കളോടുള്ള കടമകളെ കുറിച്ച് വിവരിച്ച് പറയുമ്പോ കർത്താവ് പറയുന്നത്, അമ്മയുടെ അനുഗ്രഹം ഒരുവന്റെ കുടുംബത്തിന്റെ അടിത്തറയെ ഉറപ്പിക്കും, അമ്മയുടെ ശാപം അടിത്തറ ഇളക്കിക്കളയും. പിതാവിന്റെ അനുഗ്രഹം, അമ്മയുടെ അനുഗ്രഹം, അത് കുടുംബത്തെ ബലവത്താക്കുന്ന, ശക്തിപ്പെടുത്തുന്ന വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ എപ്പോഴും അനുഗ്രഹിക്കണം. നമ്മള് വിശുദ്ധ ബൈബിളില് പിതാക്കന്മാര്, അമ്മമാര് മക്കളെ അനുഗ്രഹിക്കുന്ന ഒത്തിരിയേറെ അനുഗ്രഹം നമ്മൾ കാണുന്നുണ്ട്. അബ്രാഹാം ഇസഹാക്കിനെ അനുഗ്രഹിക്കുന്നു, ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കുന്നു, യാക്കോബ് തന്റെ മക്കളെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ പൂർവ്വ പിതാക്കന്മാര് തങ്ങളുടെ തലമുറയെ അനുഗ്രഹിച്ചുകൊണ്ട് അപ്പന്റെ അനുഗ്രഹം, ഏസാവൊക്കെ അപ്പന്റെ അനുഗ്രഹത്തിന് വേണ്ടി കേണപേക്ഷിക്കുന്നുണ്ട്. മക്കൾക്ക് നിർബന്ധമായിട്ടും വേണം എന്ന് വാശി പിടിക്കുക. അപ്പന്റെ അനുഗ്രഹം അത് ലഭിച്ച മക്കള് ജീവിതത്തില്, കുടുംബ ജീവിതത്തില്, ജോലിയില്, ബിസിനസ്സില്, എല്ലാത്തിലും അനുഗ്രഹിക്കപ്പെട്ട് ബലവത്തായി തീർന്ന അനേകം മക്കൾ. അതുകൊണ്ട് എപ്പോഴും മാതാപിതാക്കളുടെ അനുഗ്രഹം മക്കളുടെ കുടുംബത്തിന്റെ അടിസ്ഥാനമാണ്. എന്നാൽ കഷ്ടമെന്ന് പറയട്ടെ, ഇന്ന് നമ്മുടെ അനേക മാതാപിതാക്കള് മക്കളെ അനുഗ്രഹിക്കുന്ന കാര്യത്തിൽ ഭയങ്കരമായ പിശുക്ക്. മക്കളെ അനുഗ്രഹിക്കണം, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ, നിന്റെ വഴിയില്, നിന്റെ പഠനത്തില്, നിന്റെ ജോലിയില്, നിന്റെ പരീക്ഷയില് നിന്റെ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പന്റെ അധികാരത്തില്, അമ്മയുടെ അധികാരത്തില് ഒരു കുഞ്ഞിനെ അനുഗ്രഹിച്ചാൽ ആ അനുഗ്രഹം ആ കുഞ്ഞിന് ബലവത്താണ്. ഞാൻ എപ്പോഴും പറയും, ഒരു അപ്പന്റെ അനുഗ്രഹത്തിന്റെ വാക്കും
ശാപത്തിന്റെ വാക്കും അമ്മയുടെയും മാതാപിതാക്കളുടെ പെട്ടെന്ന് മക്കളില് അത് ഫലവത്താകും. ഒരപ്പം പറയാണ്, നീ ഗതി പിടിക്കില്ല എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് ഗതി പിടിക്കാതിരിക്കാനുള്ള ആത്മാവ് പറഞ്ഞില്ലേ, നമ്മുടെ ഓരോ വാക്കും ആത്മാവും ജീവനുമാണ്. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ അഭിഷേകവും പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഇടപെടലും നമ്മുടെ മക്കളിലുണ്ടാവും. എനിക്ക് കുറെ മാതാപിതാക്കളെ അറിയാം, ആ പൊളിച്ച മക്കളെ ശപിക്കും. ഞാൻ ഓർക്കട്ടെ, ഇവനൊക്കെ എന്തിനാ കർത്താവ് ഈ കൊച്ചിനെ കൊടുത്തേന്ന് ചങ്കുപൊട്ടി ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്. ആ കൊച്ചിനെ നീ നന്നാവൂലടി, നീ ഗതി പിടിക്കൂലടി, നീ പഴിച്ചു പോളൂടി, നീ കണ്ടോടി, നീ എവിടെ പോയാലും നന്നാവൂല, ഇങ്ങനെ പറയുന്ന അപ്പന്മാര് അമ്മമാര് ഉള്ള ചുരുക്കം. എന്നെ പ്രിയപ്പെട്ട മക്കളെ ശപിക്കരുത്. ആ ശാപം പെട്ടെന്ന് ഞങ്ങളുടെ ഉണ്ട്. ഈ അപ്പൻ എന്ത് പറഞ്ഞോ, ഈ അമ്മ എന്ത് പറഞ്ഞോ, അതേപോലെ ആയിത്തീർന്ന മക്കളെ എനിക്കറിയാം. അവരുടെ സ്വഭാവത്തില്, അവരുടെ വ്യക്തിബന്ധങ്ങളില്, അവരുടെ ജോലിയില്, പരീക്ഷയില് അപ്പൻ എന്ത് പറഞ്ഞോ, അമ്മ എന്ത് പറഞ്ഞോ, ഈ കുഞ്ഞ് തലകുത്തി പറഞ്ഞിട്ടും കഷ്ടപ്പെട്ടിട്ടും പഠിച്ചിട്ടും അപ്പൻ പറഞ്ഞ പോലെ അമ്മ പറഞ്ഞ പോലെ അച്ചിട്ട പോലെ സംഭവിക്കുന്ന സംഭവങ്ങളും വ്യക്തികളെയും മക്കളെയും എനിക്കറിയാം. ഞാൻ ചിലപ്പോഴെങ്കിലും ഇവിടെ ക്ലാസ്സുകൾക്ക് പറയാറുണ്ട്, നിങ്ങൾ മക്കളെ ശപിച്ച, നിങ്ങളോട് പറയണ മക്കളെ ശപിച്ച വാക്കുകൾ, മക്കളെ പ്രാഗിയ വാക്കുകൾ, ആ വാക്കുകളിലുള്ള ആത്മാവ് ജീവൻ, ഇത് പിൻവലിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം പറയുന്നത്, എഴുതി വെക്ക്. നിന്റെ മോനോട് പറഞ്ഞ വാക്കുകൾ, മോനോട് പറഞ്ഞ ശാപവാക്കുകൾ എഴുതി വെക്ക്. എന്തൊക്കെയാ പറഞ്ഞണേ? നീ നന്നാവില്ല. ഒരപ്പനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് നന്നാവാത്ത ഒരവസ്ഥ വരും. അതുകൊണ്ട് ആ എഴുതി വെച്ചിട്ട് ആ വാക്കുകളെ പിൻവലിച്ച് പിന്നെ നിനക്കൊന്നും ചെയ്യാനില്ല. നിങ്ങൾ പറയില്ലേ, എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളെ പറഞ്ഞ കാര്യങ്ങളെ കർത്താവിന്റെ ബലിയോട് ചേർത്ത് സമർപ്പിച്ച്, കർത്താവിന്റെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിച്ച്, കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ മക്കളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അരൂപിയിൽ നിന്ന്, വാക്കിന്റെ ശക്തിയിൽ നിന്ന്, അതുമായിട്ട് ബന്ധപ്പെട്ട ശാപത്തിൽ നിന്ന് വിടുവിച്ചെടുക്കാൻ ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. മാത്രമല്ല, അങ്ങനെ ഏതെങ്കിലും മക്കളെ നിങ്ങൾ ശപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കർത്താവിന്റെ മക്കളെ, നിങ്ങൾ അപ്പന്റെ അമ്മയുടെ മക്കള്, അത് ശാരീരികമായിട്ടാണ്, എന്നാലും അപ്പനും അമ്മയ്ക്കും മക്കളെ നിങ്ങളെ കൊടുത്തത് ഈശോയാണ്. ഈശോയുടെ മുമ്പില് ഈ വാക്കുകളൊക്കെ വച്ചേക്ക്, ഏൽപ്പിച്ചു കൊടുത്തേക്ക്. എല്ലാ ശാപങ്ങളും ഏറ്റെടുത്ത കർത്താവ്, എല്ലാ കടങ്ങളും വീട്ടിയ കർത്താവ് നമ്മുടെ മേലുള്ള ശാപങ്ങളും കടങ്ങളും ഏറ്റെടുത്ത് നമ്മെ രക്ഷിച്ചു. അനേക മക്കള് സ്റ്റക്കായി കിടക്കുന്നു. ജോലി കിട്ടാനോ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ എത്തിച്ചേരാനോ ഒരു തടസ്സമില്ല, പക്ഷേ തടസ്സപ്പെട്ടെടുക്കും. മക്കളെ അനുഗ്രഹിക്കാത്തതിന്റെ ഒരവസ്ഥയും ശപിച്ചതിന്റെ ഭയങ്കരമായ പൈശാചികതയും. ഈ അപ്പനൊന്നും ഞാൻ ചിലപ്പോഴൊക്കെ ചില എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ചില കാരണന്മാരെയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഉള്ളുകൊണ്ട് സങ്കടപ്പെട്ട് പറയും, ഇവനൊക്കെ എന്തിനാണ് ഈ പിള്ളേരെ കൊടുത്തത്? മക്കളെ വളർത്താൻ അറിയില്ല, മക്കളെ നോക്കാൻ അറിയത്തില്ല, അവരെ പ്രോത്സാഹിപ്പിക്കാൻ അറിയത്തില്ല, എപ്പോഴും കുറ്റവും ശാപവും, വീട്ടിൽ മിണ്ടത്തില്ല, സംസാരിക്കത്തില്ല, എന്നിട്ട് വാ തുറന്ന ശാപവും പ്രാക്കും. ഇങ്ങനെയുള്ള എനിക്കറിയാം, വ്യക്തിപരമായിട്ട് അറിയാം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പിൻവലിക്കുക, അവരെ അനുഗ്രഹിച്ച് പറയും, ദൈവം തന്നെ അനുഗ്രഹിക്കും. പിന്നെ മക്കളോട് സോറി പറയണമെന്ന് വിഷമിക്കണ്ട. അറിയാണ്ട് പെട്ടെന്ന് ദേഷ്യം കൊണ്ട് പറഞ്ഞോണ്ട്, മോളെ, എൻ്റെ മോനെ, ഞാൻ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ കൂട്ട, അനുഗ്രഹിക്കട്ടെ മോളെ എന്നൊന്ന് മാറ്റി പറഞ്ഞാൽ അപ്പന്റെ വില കൂടുള്ളൂ. ചില അപ്പന്മാരുണ്ട്, ഞാൻ വലിയ ആനയാണ്, പട്ടാളക്കാരനാണ്, ഭയങ്കര കുസ്തിക്കാരനാണ്, ഇങ്ങനെ നടക്കേണ്ട ടീമുണ്ട്. അതുകൊണ്ടൊന്നും മക്കൾ ഗതി പിടിക്കുന്നില്ല, അതുകൊണ്ട് കുടുംബം രക്ഷപ്പെടില്ല, ആ അപ്പനും അമ്മയും രക്ഷപ്പെടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കള് ഈ ഒരു തലത്തില് ആത്മിച്ചവനെ, അതോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെ ശപിക്കപ്പെട്ട ശാപമേൽക്കുന്ന അനേക മക്കളുണ്ട്. ഈ മക്കൾക്ക് വേണ്ടി ഇന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മക്കളിലേക്ക് കടന്നു വന്നിട്ടുള്ള ശാപത്തിന്റെ, അതിലൂടെ വന്ന പൈശാചിക ശക്തികളെ അങ്ങ് ഏറ്റെടുത്ത് നിർവീര്യമാക്കി ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ.
ശാപത്തിന്റെ ശക്തികൾ നമ്മുടെ മക്കളെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ. നമ്മുടെ മക്കൾ പഠിക്കട്ടെ, നമ്മുടെ മക്കൾ ജയിക്കട്ടെ, ഞങ്ങളുടെ മക്കൾ ഉന്നതി പ്രാപിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ ആരും അനുഗ്രഹിക്കപ്പെടാതെ പോകരുത്, എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. അതിനുവേണ്ടിയൊക്കെ ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം മക്കളെ. വലിയ വേദനയോടെ, സങ്കടത്തോടെ, ശാപം പേറി വഴിമുട്ടി നിൽക്കുന്ന, മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം കർത്താവെ കെട്ടപ്പെട്ട് കിടക്കുന്ന, ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന എല്ലാ മക്കളെയും തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും പറഞ്ഞു പോയ ശാപവാക്കുകൾ, ഞങ്ങളുടെ മക്കളെ പഴിച്ചത്, ഗതി പിടിക്കില്ലെന്ന് പറഞ്ഞത്, കർത്താവെ അതിൽ ഞങ്ങൾ പിൻവലിക്കുന്നു. ഞങ്ങളുടെ മക്കളെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഇതുപോലെ ശാപം പേറിക്കിടക്കുന്ന അനേക മക്കളുണ്ട്. ആ മക്കളെ ഞങ്ങൾ അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങെല്ലാ ശാപങ്ങളും ഏറ്റെടുത്തു, അങ്ങെല്ലാ കടങ്ങളും വീട്ടി, അങ്ങയുടെ ബലിയുടെ യോഗ്യതയാൽ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ മേലുള്ള എല്ലാ ശാപങ്ങളെയും ഏറ്റെടുത്ത്, എല്ലാ ബന്ധനങ്ങളെയും തകർത്തെറിഞ്ഞ്, എല്ലാ കെട്ടുകളെയും പൊട്ടിച്ച്, എല്ലാ തടസ്സങ്ങളെയും മാറ്റി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ മക്കൾ ജീവൻ പ്രാപിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ വളരട്ടെ. ഞങ്ങളുടെ മക്കൾ പരീക്ഷയിൽ ജയിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ ജീവിതത്തിൽ ഇന്ന് നേരിടുന്ന എല്ലാ തടസ്സങ്ങളും, എല്ലാ ശാപത്തിന്റെ കെട്ടുകളും പൊട്ടിച്ചെറിഞ്ഞ് ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ അനുഗ്രഹത്താൽ നിറച്ചു നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് അമ്മ മാതാവേ, വിശുദ്ധ പിതാവേ, സകല വിശുദ്ധരെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. എല്ലാത്തിനും വേണ്ടി നമ്മുടെ മക്കൾ പ്രത്യേകം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി നിങ്ങളെ വലുതുകരം നിങ്ങളുടെ കുഞ്ഞിന്റെ ശിരസിൽ വെച്ചുകൊണ്ട്, അങ്ങനെയെങ്കിലും പറഞ്ഞ വാക്കുകളൊക്കെ പിൻവലിച്ച് കർത്താവിനെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ, നിന്റെ കുഞ്ഞിനെ, നിന്റെ പേരക്കിടാങ്ങളെ, നിന്നെ ശപിക്കപ്പെട്ട മക്കളെ അപ്പന്റെ കൈ ഉയർത്തി, അമ്മയുടെ കരം ഉയർത്തി അനുഗ്രഹിച്ചുകൊണ്ട് ആശീർവദിച്ച് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എൻ്റെ മോനെ, എൻ്റെ മോളെ നിന്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ വഴികളിൽ, ജീവിത മേഖലകളിൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് സ്വർഗം നിന്നെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ശാപം പേർന്ന അനേക മക്കൾ ഉണ്ട്. അച്ഛൻ പറഞ്ഞില്ല, അച്ഛന് വ്യക്തിപരമായി അറിയാവുന്ന ഒത്തിരി മക്കളുണ്ട്. ആ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അതിൽ നിന്നൊക്കെ വിടുതൽ നൽകി കർത്താവ് നമ്മുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ.